നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്ന് കഴിഞ്ഞ ദിവസം പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചപ്പോൾ പലരുടെയും കണ്ണുപോയത് രാഹുലിന്റെ ഷർട്ടിലെ മാങ്ങ ചിത്രത്തിലേക്കാണ്. സ്നേഹം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞ് ഒരു കുട്ടിക്കൊപ്പം ഒരു കൈക്കുഞ്ഞുമായിട്ടുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ബലിപ്പെരുന്നാൾ ആശംസകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേർന്നത്. രാഹുൽ ധരിച്ചിരുന്ന വെള്ള ഷർട്ടിലെ മാങ്ങാ പഴത്തിന്റെ ഒരു പടമുണ്ടായിരുന്നു. അതിലേക്കാണ് പലരുടെയും കണ്ണുകൾ പോയത്. പലരും ചോദിക്കുന്നത് ഇത് സെൽഫ് ട്രോൾ ആണോ? മറ്റു ചിലർ ചോദിക്കുന്നത് ഇത് തന്നെ ഏശുന്നില്ല എന്നതിന്റെ മറുപടിയാണോ രാഹുലെ എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പലപ്പോഴും ഈ മാങ്കൂട്ടത്തിൽ എന്ന പേരുകൊണ്ട് തന്നെ അത്തരത്തിൽ മാങ്ങയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ വിമർശനങ്ങൾ പരിഹാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ പരിഹാസങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് മാങ്ങയുടെ ചിത്രമുള്ള ഷർട്ട് ധരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സെൽഫ് ട്രോൾ ആണോ എന്ന് ഒരു പക്ഷം ചോദിക്കുമ്പോൾ മറുവശത്ത് ഇത് ആർക്കൊക്കെയുള്ള മറുപടിയല്ലേ എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. തനിക്ക് എതിരെയുള്ള പരിഹാസങ്ങൾക്ക് തൻ്റെ ഷർട്ടിലൂടെ മറുപടി നൽകിയതാണോ എന്ന വിശകലനങ്ങളും ഒരു വശത്ത് ശക്തമുണ്ട്. തനിക്ക് നേരെയുള്ള പരിഹാസങ്ങൾക്ക് തൻ്റെ ഷർട്ടിലൂടെ രാഹുൽ മറുപടി നൽകുകയാണോ എന്ന വിശകലനവും ഒരു വശത്തുണ്ട്. ചില കമന്റുകൾ നമുക്ക് നോക്കാം. ഉടുപ്പിലെ മാങ്ങാണ്ടി കൊള്ളാം, ചേരുന്നുണ്ട് എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. മറ്റൊരാൾ പറയുന്നത് ചിരിക്കാതെ തരമില്ല രാഹുൽ, കയ്യിലെ കുഞ്ഞും ഷർട്ടിലെ മാങ്ങയും തെറി വിളിക്കുന്നവരെ മലർത്തി അടിച്ചല്ലോ, ഇതൊന്നും ഇവിടെ ഏശില്ല എന്നല്ലേ രാഹുൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം മറ്റൊരാൾ ഉന്നയിക്കുന്നുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ, നമുക്കറിയാവുന്നതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകൾ വന്നപ്പോൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരിൽ ഒരാളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ, രാഹുലിനെ ചേർത്തണയ്ക്കുന്നവരിൽ ഒരാളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അത്തരത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ കമന്റ് ഇട്ടിരുന്നു. ഒരു മാമ്പഴം കൊണ്ട് കടന്നൽ കൂട്ടത്തിൽ കല്ലെറിയുന്നു മിസ്റ്റർ മാങ്കൂട്ടത്തിൽ എന്നായിരുന്നു ശ്രീനാദേവിയുടെ ചോദ്യം. ശ്രീനാദേവിയുടെ ഈ കമന്റിന് മറുപടിയായിട്ട് വന്ന മറ്റൊരു കമന്റ് കൂടി നമുക്ക് നോക്കാം. കടന്നൽ കൂട്ടങ്ങളുടെ കമന്റുകൾ വായിക്കുമ്പോഴാണ് കൂടെയുള്ള സകല പീഡകരെയും ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് പിന്നെയും MLAയും MPയും മന്ത്രിയും ഒക്കെ ആക്കിയ കൂട്ടമാണ് സകല പോസ്റ്റിനടിയിൽ വന്ന് സദാചാര ഖണ്ഡകാവ്യം രചിക്കുന്നത്. പറവൂരെ ടീച്ചർ ആരുമായി ബന്ധമെന്നത് തന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേട്ട് പുരോഗമനം, സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ച് കൈയടിച്ചവരാണ് ഇതേ കൂട്ടം. പക്ഷേ അത് അവരുടെ കൂട്ടത്തിലല്ലാത്ത മറ്റാരെങ്കിലും പറഞ്ഞാൽ അവരെ കല്ലെറിയും. ശുദ്ധ ഇരട്ടത്താപ്പല്ലേ ഇത്. അവരെഴുതി വിടുന്ന ഒന്നിനെയും പറ്റി കേട്ടുകേൾവിയില്ലാത്ത നിഷ്കളങ്കർ എന്ന മട്ടിലാണ് എല്ലാത്തിൻ്റെയും വാചകമടി. ഒന്നും പറയണ്ട, കുറെ പകൽ മാന്യർ. ഇവർ എന്താണ് വിചാരിക്കുന്നത്? ഇവർ കുറെ അശ്ലീല കമന്റുകൾ ഇട്ടാൽ ആളുകൾ അത് ഏറ്റെടുക്കുമെന്നോ? ഇവരുടെ ക്യാപ്സ്യൂൾസ് വിഴുങ്ങുന്ന വിഡ്ഢികളല്ല മലയാളികൾ എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നായിരുന്നു മറ്റൊരാൾ ഒരു കമന്റ് കുറിച്ചിരിക്കുന്നത്. വേറൊരാളുടെ കമന്റ് ഇപ്രകാരമാണ്: ദയവ് ചെയ്ത് കുഞ്ഞു പൈതങ്ങളെ കയ്യിൽ പിടിച്ച് ഫോട്ടോ ഇടല്ലേ, കണ്ടിട്ട് പേടിയാകുന്നു എന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത്. മാങ്ങാണ്ടിയുടെ ചിത്രമുള്ള ഷർട്ട് കലക്കിയെന്ന് മറ്റൊരാൾ കുറിക്കുന്നു. ഇത്തരത്തിൽ കമന്റുകൾ അങ്ങ് നീണ്ടു പോവുകയാണ്. എന്തായാലും കയ്യിലെ കുഞ്ഞും ഷർട്ടിലെ മാങ്ങായുടെ ചിത്രവും ഒക്കെ എന്തിനോ ഉള്ള മറുപടിയാണ് എന്നതടക്കമുള്ള വിശകലനങ്ങളാണ് പലരും പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കപ്പ് പിടിച്ചുകൊണ്ട് കപ്പെടുക്കട്ടെ വിജയ, കപ്പേ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മാങ്ങാണ്ടിയുടെ ചിത്രവും ഒരു കുഞ്ഞിൻ്റെ ചിത്രവും ഒക്കെ രാഹുൽ പങ്കുവയ്ക്കുന്നു. ഇതൊക്കെ ആർക്കൊക്കെയുള്ള മറുപടിയാണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളും ചർച്ചകളും ഒരു വശത്ത് ശക്തമാവുകയാണ്. അതേസമയം പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡും അതിന് പിന്നാലെ ഉണ്ടായ ആക്രമണങ്ങളിലും പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതായത് ED വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണം, ഒരു കള്ളന് വേണ്ടി കട്ടെറിഞ്ഞവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടോ എന്ന ചോദ്യത്തോടെ രാഹുൽ ചില കാര്യങ്ങൾ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പറയുന്നുണ്ട്. രാഹുലിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി: ഒരു കള്ളന് വേണ്ടി കട്ടയെറിഞ്ഞ് കേന്ദ്രസേനയെ കൊലപ്പെടുത്തുവാൻ പോകുന്ന അക്രമി സംഘത്തോടാണ്. കള്ളൻ ഒരു പക്ഷേ സംഘപരിവാറുമായിട്ടുള്ള രഹസ്യബന്ധത്തിന്റെ പേരിൽ മുട്ടിലിഴഞ്ഞോ കുമ്പിട്ട് നിന്നോ ആ കേസിൽ നിന്ന് ഊരിപ്പോരുമായിരിക്കാം. പക്ഷേ കേന്ദ്രസേനയെ കട്ടയെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ ഓരോ അക്രമി സംഘത്തിലെ അംഗങ്ങളും അഴിയെണ്ണുമെന്നുള്ള കാര്യം കട്ടായമാണ്. ഇന്ന് രാവിലെ വിജയന്റെ വീട്ടിലും വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിലും വീണ വിജയന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം റെയ്ഡ് നടക്കുന്നതിന്റെ പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര വലിയ അക്രമ അഴിഞ്ഞാട്ട അരാജകത്വമാണ് CPMന്റെ അക്രമി സംഘം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വിജയൻ പറയാറുണ്ട്, എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന്. വഴിയിൽ ഭയമില്ലാത്ത ആള് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൊട്ടേഷൻ സംഘത്തെ ഇറക്കിവിട്ട് അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്? ഇനിയും കേരളത്തിന് ഇതുവരെ ബോധ്യമായിട്ടില്ലാത്ത, ഈ നാട്ടിലെ അന്വേഷണ ഏജൻസിക്ക് ബോധ്യമായിട്ടില്ലാത്ത ഒരു ചോദ്യം ഇന്ന് വിജയന് വേണ്ടി ആക്രമിക്കാൻ റോഡിലേക്ക് ഇറങ്ങിയ അക്രമി സംഘത്തോട് ചോദിക്കുന്നു. നിങ്ങൾക്കെങ്കിലും പറഞ്ഞു തരാമോ എന്തിനു വേണ്ടിയിട്ടാണ് വിജയന്റെ മകൾ വീണ വിജയന് കരിമണൽ കർത്തയെ പോലെ ഷെയ്ഡി ക്യാരക്ടറിലുള്ള ഒരു വ്യക്തി
1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്? എന്ത് സേവനം ചെയ്തതിന്റെ പേരിലാണ് വീണ വിജയന്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക്, കരിമണൽ കർത്ത മാസപ്പടി കൊടുക്കുന്നതെന്ന് നിങ്ങളെങ്കിലും പറഞ്ഞു തരാമോ? നിങ്ങൾ സമരവുമായി ഇറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള CPM-ന്റെ അക്രമി സംഘത്തിലെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ജയിലിൽ കിടക്കും, നിങ്ങളുടെ അമ്മമാർ കണ്ണീര് കുടിക്കും മക്കളെക്കുറിച്ച് ഓർത്ത്. പക്ഷേ വിജയൻ അപ്പോഴും സ്വന്തം മക്കളെ വളരെ സേഫായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂത്ത മകനെ വിദേശത്ത് ഒരു കമ്പനിയിൽ വളരെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ശമ്പളവും അതിലേറെ കിമ്പളവും കിട്ടുന്നുണ്ട്. മകൾക്ക് മാസപ്പടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ജയിലിൽ ഗോതമ്പുണ്ട ഇപ്പോൾ ഇല്ല, ചപ്പാത്തി മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. വിഷമിക്കുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കുമെന്നുള്ള ബോധം ഇങ്ങനെ കട്ടയേറിഞ്ഞ് ആളെ കൊല്ലാനായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകണം. ഇന്ന് കണ്ട വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയുണ്ട്. റെയ്ഡ് നടത്തുന്നതിന്റെ പേരിൽ ED സംഘം വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഒരു ടാക്സി കാർ, ആ ടാക്സി കാറിന്റെ ചില്ലിലൊക്കെ കട്ടയെറിയുകയാണ്. ആ വണ്ടി ഓടിക്കുന്ന സാധു മനുഷ്യൻ, ഒരുപക്ഷെ അദ്ദേഹം ED ഉദ്യോഗസ്ഥനൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ടാക്സി ഡ്രൈവർ ആയിരിക്കും. അയാൾ ജീവഭയത്താൽ അലമുറയിടുന്നത് നമ്മൾ വളരെ വേദനയോട് കൂടിയിട്ടാണ് കണ്ടത്. കണ്ണൂരിലും തിരുവനന്തപുരത്തും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ പ്രദേശത്തും ഇങ്ങനെ അക്രമം അഴിച്ചു വിട്ടാൽ വിജയൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിജയനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ വർത്തമാനമൊന്നും പറയാതെ ലളിതമായി പറഞ്ഞാൽ മതി. എന്തിനാണ് കരിമണൽ കർത്ത 1.73 കോടി രൂപ വീണ വിജയന് കൊടുത്തത്? അത് പറഞ്ഞാൽ കേസ് തീർന്നു. കേരളം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് വിജയന്റെ കുടുംബത്തോടൊപ്പം നിൽക്കും. ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ ഉടനെ രാഹുൽ ഗാന്ധിയുടെ കേസുമായിട്ട് വരികയാണ്. രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്, ശരിയാ. രോഗബാധിതയായ ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതും ശരിയാ. പക്ഷെ അതൊന്നും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി കൈക്കൂലി വാങ്ങിയ കേസിലല്ല അവരെ ആരെയും ചോദ്യം ചെയ്തത്. അത് കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലായിരുന്നു. പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരെയും വേട്ടയാടുമ്പോഴും വിജയന് വലിയ സംരക്ഷണമായിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും കൊടുത്തു പോന്നിരുന്നത്. ഇന്ന് നടന്ന റെയ്ഡ് പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി EDയോട് റെയ്ഡ് നടത്തുവാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ED നടത്തുന്ന റെയ്ഡിനെ ഇങ്ങനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോയാൽ പോരെ എന്ന് തീരുമാനിച്ചാൽ പോരെ? വിജയനോട് ഞാൻ പേഴ്സണൽ കണക്ക് പറയാം. എനിക്കെതിരെ നിങ്ങളുടെ മെയിലിൽ ഒരു പരാതി വരുന്നു, ഊരും പേരും വാലും തലയും ഒന്നുമില്ലാത്തൊരു പരാതി. ഒരു മൊഴി പോലും രേഖപ്പെടുത്താതെ പിന്നീട് കോടതിക്ക് പോലും എനിക്ക് ജാമ്യം തരുമ്പോൾ നിങ്ങളുടെ പോലീസിനെയും നിങ്ങളുടെ അന്വേഷണ സംഘത്തെയും വിമർശിക്കുന്ന രീതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് പോയിട്ട് ഞാൻ ആ അന്വേഷണ സംഘത്തെ പൂർണ്ണമായ സഹകരണമല്ലേ നടത്തിയത്? ഈ നാട്ടിൽ എത്രയോ മനുഷ്യന്മാർ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അപ്പോൾ അതിന് കൃത്യമായ കാരണമുണ്ട്, നിങ്ങൾക്ക് നല്ല പേടി തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജയ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഞാൻ കോരന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഒന്നും കിട്ടില്ല. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഒരേ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. അത് കോരന്റെ മകന് കോരന്റെ ന്യായ സംഹിതയൊന്നും വേറെയില്ല. അപ്പം അതുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ കരുതിക്കൂട്ടി വെച്ചിരുന്ന കണക്കുണ്ട്. അത് നിങ്ങൾ ആദ്യമായി മഴുവെച്ച് കൊലപ്പെടുത്തിയ വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് പിന്നീട് നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ച ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണീരിന്റെ കടം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ആ കടമൊന്നും വീട്ടാതെ നിങ്ങൾക്ക് ഈ ജീവിതം അവസാനിച്ചു പോകില്ല എന്നുള്ള നല്ല ബോധ്യം വേണം. അതുകൊണ്ട് ശ്രീ വിജയൻ, ഉളുപ്പ് അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കെതിരെ പറഞ്ഞ ഏതെങ്കിലും വാചകം ഓർമ്മയിലുണ്ട് എങ്കിൽ നിങ്ങൾ അടിയന്തരമായി പ്രതിപക്ഷ നേതൃപദവിയും അതുപോലെ തന്നെ ധർമ്മടം MLA പദവിയും രാജിവെച്ചൊഴിയുകയാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല എങ്കിൽ നിങ്ങൾ ഇന്നലകളിൽ മറ്റുള്ളവർക്ക് നേരെ എറിഞ്ഞ ധാർമ്മികതയുടെ ആ വാക്കുകൾ സ്വയം കെട്ടിത്തൂങ്ങിച്ചാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ക്ലീശയായ ഒരു ഡയലോഗ് ഓർമ്മപ്പെടുത്തുന്നു, നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഈ നാട് പകരം ചോദിക്കും. നിന്റെ പ്രവർത്തികൾ ഓരോന്നും നിന്റെ തലമേൽ പതിക്കുക തന്നെ ചെയ്യും. മറക്കണ്ട, ഒന്നും മറക്കാൻ ഈ നാട് ഉദ്ദേശിക്കുന്നു.